ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോണ ഗ്രാനി ചാപ്റ്റർ 2. അപ്പം നേരെ നമ്മൾ ടിപ്പൊക്കെ വരുന്നുണ്ട്. ടിപ്പ് വന്നു ഗൈസ്, ലോഡിങ് ആവുകയാണ്. ബ്ലാങ്ക്. ഓക്കെ ഗൈസ്, ഡേ 1 ആയിട്ടുണ്ട്. നമ്മളുടെ റക്കറ്റിന്ന് ഇപ്പോഴാണ് നമ്മൾ എണീക്കുന്നത്. നമുക്ക് നേരെ പോയി നമ്മളെ കഥ തുറക്കാം. നേരെ പോയി നമ്മൾ കഥ തുറക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. പക്ഷെ മുകളിലും ഇത് പ്രാക്ടീസാണ്. ഗ്രാനി ആൻഡ് ഗ്രാൻഡ് കുഞ്ഞു മോഡേഴ്സിനെ മാത്രം ലുലുമാളി കൊണ്ടുപോകാൻ മറന്നുപോയി തോന്നുന്നു. ഗ്രാനി ഗ്രാൻഡ് പേനെയൊക്കെ ലുലുമാളി കൊണ്ടുപോയി. ഇവിടെ ഒന്നും ഇല്ലല്ലോ. അമ്മച്ചി അമ്മാമ്മൻ്റെ ഫോട്ടോ ബെസ്റ്റ്. ഇവിടെ എന്തെങ്കിലും കാണുമോ? അപ്പം നമുക്ക് ഗായ്സ്, ഗ്രാനി ഈ ബാത്റൂമാണിത്. ബാത്റൂമിൻ്റെ ക്ലോസറ്റിൻ്റെ അവിടെയൊക്കെയാണ് കൊണ്ട് ഓടിപ്പിക്കുന്നത്. ഗായ്സ്, ഹെലികോപ്റ്റർ കീ ബാത്റൂമിലൊക്കെയാണ് ഹെലികോപ്റ്റർ കീ ഒക്കെ എടുത്ത് കൊണ്ട് വിളിക്കുന്നത്. ഇവിടെ ഡോർ ലോക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എത്രയോ അലമാരയുണ്ട്, ഒന്നും പറയാൻ പറ്റൂല ഗൈസ്. ഇതിനകത്തൊന്നും ഇല്ല എന്നാണ് തോന്നണം. ഇതിനകത്തൊന്നും ഇല്ല ഗായ്സ്. എന്നാൽ നമുക്ക് സ്പാർക്ക് പ്ലഗ് കിട്ടി ഗൈസ് ലാസ്റ്റ്. ഇനി നമുക്ക് നേരെ പോയി അത് തറയിലിട്ട് നമുക്ക് ഇനി ഒരു സ്ഥലത്ത് പോകാൻ. അപ്പോൾ നമുക്ക് നേരെ പിയാനോ വരയ്ക്കാം നമുക്ക്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലോട്ട് വരാം. ഗൈസ്, ഗ്രാനിയുടെ തള്ളേരെ ഫോട്ടോ. ഇവിടെ നമുക്ക് എന്നാലും മീറ്റ് കിട്ടിയിട്ടുണ്ട്. ഷർട്ട്. ഓക്കെ ഗൈസ്, നേരെ നമുക്ക് ഇവിടെ ഒന്നുമില്ല. ഇനി നമുക്ക് നേരെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ഇവിടെ ഒന്നുമില്ല. ഇറച്ചി കഷണം, ലെഗ് പീസ് കൊണ്ടുപോയി നമുക്ക് എവിടെയെങ്കിലും വെച്ച് പോകാം. കുണുവാവയ്ക്ക് പോയി കൊണ്ട് കൊടുത്താലോ? ഓക്കെ ഗൈസ്, നമ്മളെ മീറ്റ് കൊണ്ട് കുണുവാവയ്ക്ക് പോയി കൊടുക്കുക. കുണുവാവ ഇപ്പം എങ്ങനെ? എന്നാൽ നമ്മൾ ഇപ്പോൾ ബ്രഞ്ച് വെച്ചിട്ടില്ല ഗൈസ്. ഇപ്പം എങ്ങനെ ഇരിക്കണം? ചമ്മി ഗൈസ്, ചമ്മി. അപ്പം നമുക്ക് നേരെ പോവാം. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഹായ്, നമുക്ക് ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരെ താഴോട്ട് പോയി നമ്മൾ പോകുന്നു. നമ്മൾ കുണുവാമയുടെ അടുത്താണ് നമ്മൾ നേരെ പോണത്. ചിക്കൻ പീസ് കിടക്കുന്നു. അയ്യോ, എടുക്കാൻ പറ്റില്ല. എടുത്ത് നമുക്ക് നേരെ കൊണ്ട് എവിടെയെങ്കിലും വെക്കാം. എവിടെ വയ്ക്കും? സ്ട്രെയിറ്റ് പോവാം. സൈഡിൽ അമ്മച്ചി മുറുക്കിയിട്ട് ആദ്യമായി തുപ്പിയ ഫോട്ടോയെ വെച്ചിട്ടുണ്ട് കേട്ടാ. നേരെ നമ്മൾ ബ്രൈറ്റ്നെസ് ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. സെറ്റ് ഗൈസ്. നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കങ്ങനെ അതിനെ വെട്ടി ഇടാം. സെക്യൂരിറ്റി കീ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓപ്പൺ കിട്ടിയിട്ടുണ്ട്. സേഫ് കീ നമ്മൾ സേഫ് കീ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ പോയി നമ്മളെ ഗ്രാനി അമ്മൂമ്മേരെ റൂം തുറക്കാം. നേരെ ഡോർ തുറക്കൂ സീസേ. തുറന്നു. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ ഗൈസ്? ഉണ്ടോ? ഒന്നുമില്ല. താഴോട്ട് പോയി നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. നമുക്ക് ഡോർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ കൊണ്ട് ഫിറ്റ് ചെയ്യാം ഡോർ ഹാൻഡ്. നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഡോർ ഹാൻഡ്. നമ്മളങ്ങനെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഡോർ ഹാൻഡ്. നേരെ നമ്മൾ വെച്ചെടുത്തിട്ട് നമ്മൾ നേരെ കുണുവാവേനെ ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോഴാണെങ്കിൽ നേരെ പോയി അത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ആയിരിക്കുന്നു നമ്മളെ സാധനം. നമുക്കപ്പോൾ നേരെ സ്ക്രൂ അഴിച്ചു വിടാം.
കുണുവാവയുടെ തലയിലുള്ള സ്ക്രൂ ആണ് എടുത്ത് വെച്ചിരിക്കണേന്ന് എനിക്ക് തോന്നുന്നത്. അല്ല അത്രയും വലിയ സ്ക്രൂ. നമ്മളെ ചിക്കൻ കാൽ അയ്യോ മുറുക്കിയതൊക്കെ സൈഡിലുണ്ട് ഗൈസ്. ക്ലോക്കിൻ്റെ അകത്തൊക്കെ ഓരോ സാധനം വെക്കും, പറയാൻ പറ്റില്ല എവിടെയൊക്കെയാണ് ഇരിക്കണേന്ന്. നേരെ നമുക്ക് മുകളിലോട്ട് ചാടാം. നമ്മൾ മേലെ ബെഡ് കണ്ടാ ഗൈസ്, എന്തൊരു വൃത്തി. ഹെലികോപ്റ്ററിൻ്റെ ബുക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കസേരയൊക്കെ മലത്തെയാണ് ഗൈസ് ഇട്ടിരിക്കണത്. വെപ്പൺ കീ ഗൈസ്, നമുക്ക് വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. നേരെ കൊണ്ടുപോയി നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. നേരെ നമുക്ക് കുണുവാവേരെ അവിടെ പോവാം. അയ്യോ വെപ്പൺ കീ നമ്മൾ അവിടെ വീഴുന്നു. നമ്മൾ നേരെ പോയി നമ്മളെ ചിക്കൻ കാല്, 2 ചിക്കൻ കാലാണ് ഗൈസ് നമുക്ക് കിട്ടിയത്. യെസ്, നമ്മൾ 2 ചിക്കൻ കാല്, ഒന്ന് എനിക്കും ഒന്ന് കുണുവാവയ്ക്കും. ഒന്ന് എനിക്കും ഒന്ന് നമ്മളെ കുണുവാവയ്ക്കുമാണ് നമ്മൾ 2 ചിക്കൻ കാല് എടുത്തിരിക്കണത്. നേരെ നമുക്ക് നേരെ കൊണ്ട് കൊടുക്കാം. കുണുവാ കടിച്ചില്ല. അയ്യോ നമുക്കവിടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരെ പോയി ബോംബുകൾ തുറക്കാം. ബോംബ്. ഓ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. പോയി ബെഡ്റൂം സെറ്റ് കേട്ടോ. നമ്മളെ ബെഡ്റൂം പോലെ ഇത്രയും വൃത്തിയൊന്നും കാണൂലേ. ഇതെന്തൊരു വൃത്തിയുടെ. ഓരോ സ്ഥലത്ത് തുപ്പി ഇട്ടിട്ടുണ്ട്. നേരെ താഴെ നമ്മളെ വെപ്പൻ കീ ഇതായിരിക്കുന്നു. നമ്മളെ വെപ്പൻ കീ കിട്ടിയിട്ടുണ്ട്. നമ്മളെ കുണുവാവേലെടുത്താണ് നമ്മളെ വെപ്പൻ്റെ സാധനം. കടപ്പൂവാം. ഇതായിരിക്കുന്നു നമുക്കതിനെ തള്ളി നീക്കാം ഗൈസ്. തള്ളി നീക്കുമ്പോൾ ഇതായിരിക്കുന്നു നമ്മളെ വെപ്പൻ. ഇതായിരിക്കുന്നു നമ്മളെ തോക്ക്. യെസ്, വി ഗോട്ട് ഇറ്റ്. നമുക്കിനി പോയി കുണുവാവെ അടിച്ച് പൊട്ടിക്കാം. കുണുവാവേ നീ എവിടെ? ചേട്ടായി വന്നല്ലോ. കുണുവാവേ ബാബാ. ഹെഡ്ഷോട്ട്. നമുക്ക് ബോംബുകൾ പൊട്ടിക്കാം. അതിന് പിന്നെ നമ്മൾ സെൻട്രീന മച്ചാ നിന്നെ എന്തെല്ലാം അതുകൊണ്ട് പോവേ. കുഴപ്പം പോവാ, നമുക്ക് പെണ്ണേടെ പോക്കരല്ലേ. വെടി നിന്നെ കേൾക്കൂലല്ലേ പറയുമ്പോൾ ശരിയാണ്. നമുക്ക് കുറച്ച് പടക്കം പൊട്ടിക്കാം ഗായ്സ്. 3 പടക്കമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് 1 പടക്കം പൊട്ടിക്കാം. പടക്കം പൊട്ടിയില്ല ഗൈസ്. ഇതായിരിക്കുന്നു സ്ലെൻഡ്രീന. നമുക്ക് 2ാമത്തെ പടക്കമാണ് നമ്മൾ പൊട്ടിക്കുന്നത്. പടക്കം അയ്യോ കിട്ടുന്നില്ല. നമ്മൾ 2ാമത്തെ പടക്കം എടുത്തിട്ടുണ്ട്. സെൻട്രീന എവിടെ ഗൈസ്? ഷെൻട്രീന എവിടെ? കുമ്പിടിയാണെന്ന് തോന്നുന്നു ഗൈസ്. അത് കുമ്പിടി വെച്ച വെപ്പിനെ അത് കാണാനില്ല. നേരത്തെ നോക്കിയപ്പോൾ ബോംബെറിയാണെന്ന് പേടിച്ച് വെക്കാണ്. നമ്മളൊക്കെ കാര്യം നമ്മൾ വലിയ ആളായിപ്പോയി. പൊട്ടട്ടെ. പൊട്ടി 2ാമത്തെ ബോംബ് നമുക്ക് എടുത്ത് പൊട്ടിക്കാം. അൺസറിനുള്ള ബോംബാണ്. അപ്പം പൊട്ടട്ടെ. പൊട്ട്. ബ്ലാസ്റ്റ്. നമുക്ക് ചിക്കൻ അല്ല നമുക്ക് ഗ്രോബാർ ഇട്ടിട്ടുണ്ട്. ബോംബ്. എൻ്റെ മോനെ ബോംബ്. ക്രോബാർ ഇവിടെ നമ്മൾ ബോംബ് എടുത്ത് ഒന്നും കൂടി പൊട്ടിക്കാം. പൊട്ടട്ടെ. പൊട്ടി. ക്രോബാർ എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. ഗ്രാനി ഫോട്ടോ ഉണ്ടോ? സ്ലെൻഡറിനെ നേരെ ഫോട്ടോ എടുക്കാൻ പോലെ സമ്മതിക്കില്ല പാവൻ ഗ്രാനീനെ. എന്താ ഇവിടെ പല്ലേച്ചിട്ട് തുപ്പി വെച്ചിട്ടുണ്ട് ഗൈസ്. കൊള്ളാം. നല്ല കറുത്തതാണ്. പല്ലിൽ അത്രമാത്രം ഇതായിരിക്കും. ഓർക്കുമ്പോൾ തന്നെ ഒരുമാതിരി എടുക്കണം ഗൈസ്. ഈ ഫോട്ടോ ആണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഗ്രാനിയെ ഒരിക്കലും നേരത്തെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല. ഈ മേശ തുറന്നിരിക്കുന്നു നോക്കാം. നമ്മൾ നേരത്തെ നോക്കി ഒന്നുമില്ല. എന്നാലും വല്ലതും കിട്ടിയാലോ? ഇല്ലല്ലോ, ഒന്നുമില്ല. ബെഡ്
ഇതിനകത്തൊന്നുമില്ല. പിന്നെ 5-6 അലമാര ഉണ്ടാക്കി വെച്ചിരിക്കണം എന്തിനാ എന്താ. പക്ഷെ അലമാരക്കകത്തൊന്നുമില്ല, വെറുതെയാണ് ഉണ്ടാക്കിയിരിക്കണം. സെക്യൂരിറ്റിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി പോവാം. നമുക്കൊരു ഹാൻഡ് വീൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മൾ ഹാൻഡ് വീലും കൊണ്ട് പോവുകയാണ്. നമ്മൾ ദേ പോയി ഇതാ താഴോട്ട് പോയി. നമ്മൾ നേരെ പോവുകയാണ് ഗൈസ്. നമ്മൾ ദേ താഴെ വീണ്ടും ഇറങ്ങുകയാണ് ഗൈസ്. നമ്മളിങ്ങനെ നേരെ പോയി നമ്മളവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. നമുക്കിവിടെ തിരിക്കാം ഗൈസ്. നമ്മൾ തിരിച്ച് കഴിഞ്ഞു. നമ്മൾ വീണ്ടും ദേ പോവുകയാണ്. മേലോട്ട് പോവുകയാണ് ഗൈസ്. ദേ അപ്പാപ്പൻ്റെ ഫോട്ടോ, അല്ല അമ്മച്ചിയുടെ അപ്പാപ്പൻ്റെ ഫോട്ടോ ഗൈസ്. ഇത് ചെയ്യാനാ നല്ല ചന്തമുണ്ട് ഗൈസ്. ഇത് ചെയ്യാനോ ഷോ ബ്യൂട്ടിഫുൾ, ഷോ എലഗൻറ്റ്. ഓക്കെ ഗൈസ്, നമ്മളവിടെ പോവുകയാണ്. പിയാനൊക്കെ ഞങ്ങൾ നേരത്തെ തുറന്നു വെച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ വീണ്ടും അതിൻ്റെ തന്നെ വലിയ കയറുകയാണ് ഗൈസ്. പാവം നമ്മൾ കൊന്നു വെള്ളച്ചാട്ടത്ത് എങ്ങനെ ഇരിക്കും. ശരി, അമ്മച്ചി ഇവിടെ തുപ്പിയുണ്ട്, നാണില്ലേ അമ്മച്ചിക്ക്. ശരി, നമുക്ക് നേരെ വീണ്ടും അമ്മച്ചിയുടെ റൂം കണ്ട ഗൈസ്. എന്തൊരു നീറ്റ്. നമ്മുടെ അപ്പാപ്പൻ്റെ ഫോട്ടോ പകുതി അവിടെ കിടപ്പുണ്ട് ഗേസ്. നമ്മൾ നേരത്തെ കുത്തി പൊളിച്ച സ്ഥലമായിരുന്നല്ലേ. നമ്മുടെ ക്രോബാർ വീണ്ടും എടുത്തു ഗേസ്. നമ്മൾ നടന്ന് പോവുകയാണ് ഗേസ്. ഞങ്ങൾ പോകുന്നു ഗേസ്. നമ്മൾ താഴെ പോവുകയാണ്. അപ്പം നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ കുറേ നേരം കൊണ്ട് കറങ്ങുകയാണ് ഗേസ്. എന്താണെന്ന് നമുക്കറിയില്ല. അമ്മച്ചി തുപ്പി വാരി ഫ്രെയിമാക്കി വെച്ചിരിക്കുകയാണ് ഗേസ്. അത്രയും വിലയുണ്ട് ഗേസ് അതിന്. അമ്മച്ചിയുടെ ഫോട്ടോ വീണ്ടും. പാവം സ്ലെൻഡറിന നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ്ണൗട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. നമുക്കിത് കുത്തി പൊളിക്കാം. അപ്പം നമ്മൾ അതിങ്ങനെ അക്കത് പൊട്ടിച്ച് തുറന്നു. അപ്പം നമുക്ക് മുകളിൽ കയറാം ഗൈസ്. നമ്മൾ മുകളിൽ കയറി. ഈ റൂമിൽ നമ്മൾ കുറേ പ്രാവശ്യമായി ഗൈസ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എന്താണ് കാണിക്കുന്നത്? എന്താ മെഷ നമ്മൾ തുറന്നൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന സാധനം താഴെ തള്ളിയിട്ടു. ഒരു വഴി ഇലുമിനാറ്റി ഗൈസ്. ഗാസോലി, നമുക്കങ്ങനെ ഫ്യൂല് കിട്ടി ഗൈസ്. ഇതാണ് വീണ്ടും ആരുടെ മുകളിലെടുത്ത് വെച്ചത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ ഗൈസ്. നമ്മൾ നടന്ന് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഓരോന്ന് നമുക്കിത് നീ കുതിപ്പിടിച്ച് ഗൈസ്. നമ്മൾ താഴേക്ക് ഇതുണ്ട്. ബാത്റൂമിൽ നമ്മൾ നേരെ പോവുകയാണ്. നമ്മളിവിടെ ഒരു സ്ഥലത്ത് അതിനെ കറങ്ങി നമുക്ക് വീട് ഫുള്ളൊന്ന് നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് പഠിച്ച് വെച്ചിരിക്കണം ഗൈസ്. അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടന്നു പോകുന്നു. CCTV, എനിക്ക് വയ്യ. പ്രാതത്തിൻ്റെ വീട്ടിൽ വരെ CCTV. അമ്മച്ചി സീന്. അപ്പോൾ ഗായ്സ് നേരെ നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ അടുത്തെത്തി. നമുക്ക് തുറക്കാം ഗൈസ്. നമ്മൾ തുറന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഡോറ് തുറക്കുന്നു. ഇനി നമ്മൾ എവിടെ പോയി? ഇവിടെ എന്തെങ്കിലും തുറന്ന് നോക്കാം ഗൈസ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഇവിടെയും ഒന്നുമില്ല. പക്ഷേ മോനെ ഇരുമുനാണ്ടി ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് ഡക്ട് ടാപ്പൊക്കെ കാണുന്നത്. ബുള്ളറ്റൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മുടെ തോക്ക് കാണാനല്ലേ ഗൈസ്. നമ്മൾ എവിടെ കൊണ്ടുവരും? നമുക്കത് ഇവിടെ അറിയാം. നമ്മൾ പോകുന്നു താഴോട്ട്. ഓക്കെ, തോക്ക് നമ്മൾ CCTV വന്നാലും ഗൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളിങ്ങനെ നടന്നു. എന്നാലും അമ്മച്ചൊക്കെ ലുലു മാളിൽ പോയല്ലോ. എന്നാലും സ്ലെൻഡറിനെ കൊണ്ടുപോയല്ലോ. വളരെ മോശം. എന്നാലും സ്ലെൻഡറിനെ കൊണ്ടുപോകാത്തോണ്ട് പെറ്റിനെയും കളിച്ചോണ്ടിരുന്നു. നമ്മളെ കൊന്നപ്പോൾ നോക്കണേ എന്തിനാണ് ഇത്രയും പാവം ചെയ്തതും കഴിക്കും. നമ്മൾ വേറെ ആരുടെ കളിക്കാനില്ല. നമ്മൾ വീണ്ടും ക്രോബാർ എടുത്തു ഗൈസ്. നമ്മൾ താഴോട്ട് നേരെ നമ്മൾ താഴോട്ട് പോയി. പിന്നെ നമ്മൾ അവിടെ കുറ്റിപ്പൊളിക്കുന്നു. നമുക്ക് തൂക്ക് കിട്ടി ഗൈസ്. തൂക്ക് സ്റ്റൺ ഗൺ തോക്ക്. അമ്മച്ചില്ലാത്ത വളരെ മോശമായി പോയി. അമ്മച്ചി ലുലു മാളിൽ മോളെ കൂട്ടാൻ പോയിരിക്കുന്നു. എന്ത് പറയാൻ പറ്റും ഗൈസ്.
അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് പോകുന്നു. തോക്ക് വെച്ച് എന്ത് പരിപാടിയാണ് വേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ. നമുക്ക് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഈ അമ്മച്ചിയുടെ ഫോട്ടോ എനിക്ക് കണ്ടിട്ട് മടുത്തു ഗൈസ്. ദേ നമ്മുടെ ഉണ്ടാക്കി നമ്മൾ എല്ലാം താഴെ ഇടുന്നുണ്ട്. നമ്മളത് വീണ്ടും എടുത്തു ഗൈസ്. നമ്മൾ ദേ വീണ്ടും പോകണു. അമ്മച്ചിയുടെ റൂം എനിക്കിപ്പോൾ നല്ലോണം അറിയാം ഗൈസ്. അപ്പം നമ്മുടെ ഷോർട്ട് ഗൺ തന്നെ നമ്മൾ തിരിച്ചെടുത്തിരിക്കുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ തോക്കല്ലേ വിട്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഗൈസ് നമ്മൾ ദേ വീണ്ടും കറങ്ങി നമ്മൾ ദേ പോന്നു. ദേ നമ്മൾ തുറന്നു. ദേ നമ്മൾ തുറന്നു. ഗൈസ് ചിക്കൻ കാൽ. ദേ ബോട്ട് കീ ഗൈസ്. നമുക്ക് ബോട്ട് കീ കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. ഇതൊന്നും ആവശ്യമുള്ള ടിപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ നമ്മൾ ആ താഴെ എടുത്തു വലിച്ചെറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ദേ എന്താ കിടക്കുന്നത്? അയ്യോ നമ്മുടെ കുസു സ്പാർക്ക് പ്ലഗ് ഇവിടെ ഒളിച്ചിരിക്കുന്നല്ലേ. അത് നമ്മൾ കൊണ്ടുവരഞ്ഞു ഗേസ്. അപ്പം അമ്മൂമ്മയുടെ അപ്പാപ്പൻ്റെ ഫോട്ടോ നമ്മൾ കുറേ ആയി ഗേസ് കാണുന്നു. നമ്മൾ റൂമിലൊക്കെ പോയി. ഇതാരുടെ ഈ ഫ്രെയിം വീണ്ടും കയറ്റി വെക്കുന്നത്? കുറേ നേരമായി. നമ്മൾ കട്ടിങ് പ്ലെയർ എടുത്തിട്ട് ദേ പോവുകയാണ്. ദേ പോവുകയാണ് നമ്മളെല്ലാം ഇവിടെ വലിച്ചെറിയുകയാണ് ഗേസ്. അപ്പോൾ നമ്മൾ ദേ നടന്ന് അമ്മച്ചിയുടെ റൂമിൽ തന്നെ വീണ്ടും കറങ്ങി തിരിഞ്ഞെത്തിയിട്ടുണ്ട്. നമ്മൾ ദേ പോവുകയാണ്. ബെഡിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട് അവർ. എന്തെങ്കിലുമൊക്കെ ആട്ടെ. TV ഒക്കെ ഇരിപ്പുണ്ട് ഗേസ്, പക്ഷെ ഓണാകത്തില്ല. അപ്പോൾ നമ്മൾ ദേ പോവുകയാണ് ഗേസ്. നമ്മൾ പോയി ദേ പിന്നെ താഴോട്ട് അല്ല മുകളിലോട്ട് താഴോട്ട് ഗേസ്. നമ്മളിത് വീണ്ടും താഴോട്ട് ഇറങ്ങി നമ്മുടെ റൂമിൻ്റെ ആ ഒരു പരിസരത്തേക്ക് എത്തി. നമ്മളിത് വാതിൽ തോന്നുന്നു വീണ്ടും താഴോട്ട്. ഇത്രയും പടി എന്തിനാവോ ഈ 3 പേര് താമസിക്കുന്നിടത്ത്? 3 പേരുമാണ് താമസിക്കുന്നത്, പക്ഷേ 10.5 റൂമും. എന്തുവാ ഗൈസ് ഇങ്ങനെ? ഈ വീട്ടിൽ ഇവർക്ക് പുറത്ത് പോകാൻ ഗേറ്റ് മാത്രം പോരെ? ഒരു റിച്ചാണ് അമ്മച്ച, റിച്ചാണ്, നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ഹെലികോപ്റ്റർ, ബോട്ട് എന്തൊക്കെയാണ്. നമ്മൾ നേരെ ഫിറ്റ് ചെയ്യണം ഗൈസ്. നേരെ കൊണ്ട് ഫിറ്റ് ചെയ്യണം. ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ചെയ്തില്ല ഗൈസ്. നമ്മൾ ചമ്മി ഗൈസ്. നേരെ കൊണ്ട് ഫിറ്റ് ചെയ്യാം. നമ്മൾ നേരെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും കിച്ചണിലാണ്. ഗൈസ് നമ്മൾ അപ്പാപ്പൻ്റെ ഫോട്ടോ അവിടെ കിടപ്പുണ്ട്. പിന്നെ തോക്കും കിടപ്പുണ്ട്. അപ്പാപ്പൻ്റെ ഫോട്ടോ ആദ്യം എടുക്കാം. നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാം ഗൈസ്. കയറി നേരെ പോയി അവിടെ വയ്ക്കാം. ബോട്ട് സ്ക്രീൻ വീല് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഹെലികോപ്റ്ററാണ് ചെയ്യണം. ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഉണ്ടാൾ അവിടെ കിടപ്പുണ്ട് ഗൈസ്. നമുക്ക് പിന്നെ ഇങ്ങനെ പോവാം. ഇതടക്കുന്നു. നമ്മളത് എടുക്കൂ. ഗ്ലാസ് ഫ്യൂൽ നമുക്ക് നേരെ കൊണ്ട് ഫിറ്റ് ചെയ്യാം. ഗ്ലാസ് ഫ്യൂൽ ഫിറ്റ് ചെയ്യണമെങ്കിലും പക്ഷെ അപ്പാപ്പൻ്റെ ഫോട്ടോ വെച്ച് നമുക്കത് ഓണാക്കണം. അവിടെ എറിയാം. കിടക്കണേ ഉണ്ടാൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടാ. അതാണ് കുഴപ്പമില്ല. ഇങ്ങനെ താഴെ ഇറങ്ങാം. നമ്മൾ നേരെ ഇതാ പോകുന്നു. നമ്മളതാ ആ ബോക്സ് നമ്മൾ കുത്തിപ്പൊളിച്ചാണ്. അതുകൊണ്ട് നമ്മളെ തോക്ക് അവിടെ ഇരിപ്പുണ്ട്. ബെഡിൻ്റെ അടി ഒളിക്കാം. വേണ്ട അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ ഓട്ടോ അതുവഴി നമ്മൾ മിക്കപ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ വീഴാറുണ്ട് ഗൈസ്. നേരെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ എത്തി ഗൈസ്. നമുക്ക് പിയാനൊക്കെ നമ്മൾ പിയാനൊക്കെ വായിച്ച് നമ്മൾ നേരെ മുകളിലോട്ട് പോവാം. വീണ്ടും കറങ്ങി തിരിഞ്ഞ് കിച്ചൺ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അപ്പാപ്പൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഗായ്സ്. യെസ്, അപ്പാപ്പൻ്റെ തലയുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. തല നമുക്ക് വയറും ഇതൊക്കെ കിട്ടിയാൽ മതി. ഇടുപ്പും വയറും അത് മാത്രമേ കിട്ടിപ്പോയി. കാരണം നമുക്ക് ബാക്കിയുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. എനിക്കെല്ലാം കിട്ടിയിട്ടുണ്ട്.
നമുക്കിനി കറയും തിരിഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഗൈസ് നമ്മൾ ഉണ്ടകൾ കുറേ ഉണ്ടകൾ ഉണ്ട്. നമ്മൾ വീണ്ടും ഗ്രാനി റൂം എപ്പോഴും നമ്മൾ കറയും തിരിഞ്ഞ് ഇവിടെ തന്നെ വരുന്നത്. നമ്മൾ നേരെ ഡോർ എസ്കേപ്പിൻ്റെ അവിടെ വന്നു. അവിടെ ഇനി തുറക്കാൻ നോക്കാം. നമുക്ക് പറ്റൂല, ഇതിൻ്റെ അകത്തൊന്നുമില്ല. കൂട്ടാൻ നമുക്ക് തുറന്ന് പാഡ്ലോക്ക് വേണം ഗൈസ്. പാഡ്ലോക്ക് നമുക്ക് ഇനി പാഡ്ലോക്ക് തപ്പണം. മുറുക്കി ഇതാ അപ്പാപ്പൻ്റെ ഫോട്ടോ. ഹെലികോപ്റ്റർ ഇവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തൊക്കെ എവിടെയാണെന്ന് മനസ്സിലായി. നേരെ പോവാം. യെസ് ഗൈസ്, അപ്പാപ്പൻ്റെ ഫോട്ടോ പെട്ടെന്ന് കൊണ്ട് നമുക്ക് ഒട്ടിക്കാം. മേലോട്ട് റൈറ്റ് നേരെ നമുക്ക് സെക്യൂരിറ്റി അവിടെ പോയി ഏണി കയറി നമുക്ക് അവിടെ ഒട്ടിക്കാം. നമ്മളെന്തിനാണ് അപ്പാപ്പൻ്റെ ഫോട്ടോ എടുക്കുന്നത്? എനിക്കറിയില്ല, അമ്മൂമ്മയുടെ ഫോട്ടോ എടുക്കാൻ പറ്റി കാണൂല, അതുകൊണ്ടായിരിക്കും. നമുക്ക് ഇവിടെ വെടിവെക്കാൻ നമ്മൾ തോക്ക് വേണം ഗായ്സ്. നമ്മൾ തോക്ക് എടുക്കാം. പക്ഷെ ഇതില്ല. നമുക്കത് അടച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പം നമുക്കത് ആ തോക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. തോക്ക് അപ്പാപ്പൻ്റെ തോക്കാണ്. അപ്പാപ്പൻ്റെ തോക്കാണ് ഗായ്സ്. നല്ല ലുക്കുണ്ട് ഗായ്സ് തോക്ക്. ഇതൊക്കെ എവിടെ നിന്ന് മോഷ്ടിക്കണാന്നേ തോക്കൊക്കെ. തോക്കൊക്കെ ഗ്രാനിയല്ലേ എല്ലാവരും കൊന്നു മോഷ്ടിക്കണായിരിക്കും. നമുക്ക് നേരെ പോവാം. നമ്മളെ ടാപ്പ് അവിടെ ഇട്ടിട്ടുണ്ട്. അല്ല ടാപ്പല്ലല്ലോ, സാധനം മറിപ്പോയി. നമുക്ക് നേരെ നമുക്ക് വെടിവെക്കാം. പിടിച്ചോ. വേസ്റ്റഡ്. ഒരു വെടിയും കൂടി വെക്കാം. നമ്മളൊന്ന് വെടി വെച്ചു ഗായ്സ്. നമ്മളങ്ങനെ ഒന്ന് വെടി വെച്ചു. രണ്ടാമത്തെ വെടിവെക്കാൻ രണ്ടാമത്തെ വെടിവെക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. അയ്യോ, നമ്മൾ ചമ്മിപ്പോയി ഗായ്സ്. അയ്യോ, രണ്ടാമത്തെ വെടിയും പോയി ഗായ്സ്. അയ്യോ, ആരോ നമ്മൾ ബുള്ളറ്റൊക്കെ അടിച്ചു മാറ്റി. നേരെ ഒരു വെടി പിടിച്ചു. രണ്ടാമത്തെ വെടി നമ്മൾ വെച്ചു. നമ്മൾ മൂന്നും വെച്ച്. ഇലുമുനാൻറ്റി ഞാൻ സൈഡിൽ അടിച്ച് നേരെ കൊണ്ട്. ഇലുമുനാൻറ്റി. നമുക്ക് നേരെ അത് എടുക്കാം ഗൈസ്. ടാപ്പ് ധരിപ്പുണ്ട് ഗൈസ്. നേരെ ടാപ്പ് കൊണ്ടുപോകാം. ടാപ്പ് ധരിക്കുന്നുണ്ട്. ടാപ്പ് ഉണ്ട് ഗൈസ്. നമുക്കിനി ടാപ്പ് എടുത്ത് കൊണ്ടുപോകാം. നമുക്ക് ടാപ്പ് കൊണ്ട് ഒട്ടിക്കാം. ആ ടാപ്പ് ഇവിടെ ഇടിയാൽ നമുക്ക് ഇനി ഗ്ലാസ് വ്യൂ എടുക്കാം. ഇതായിരിക്കുന്നു ഗ്ലാസ് വ്യൂ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ വെക്കാം. നമ്മൾ വെച്ചിട്ടുണ്ട് ഗായ്സ്. നമുക്ക് ടാപ്പ് എടുത്ത് ഹെലികോപ്റ്ററിനെ ഫിറ്റ് ചെയ്യാം ഗായ്സ്. നമ്മൾ ഹെലികോപ്റ്റർ ഫിറ്റ് ചെയ്യാൻ പോകുന്നു ഗായ്സ്. നമ്മൾ ഫിറ്റ് ചെയ്തു. അപ്പം നമ്മൾ നേരെ ഗായ്സ് അങ്ങനെ ആ ഡോർ തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഒരു കാര്യമേ എടുക്കാൻ, ഹെലികോപ്റ്റർ കീ നേരെ നമുക്ക് എടുക്കാൻ വേണ്ടി ബാത്റൂമിലോട്ട് പോവാം. എന്തിനാൻ പറ്റും ഗൈസ്, ബാത്റൂമിലൊക്കെയാണ് ഗൈസ് ഹെലികോപ്റ്റർ കീയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഗ്യാസ് വിൽക്കാനൊക്കെ ഇവിടെ നമ്മളെടുത്തിട്ടിരിക്കുന്നു അല്ലേ? വലിയ കാര്യം. നമുക്ക് നേരെ ഏണിപ്പടി കയറി പോവാം. ഏണിപ്പടി കയറുമ്പോഴാണ് നമുക്ക് നേരെ ഹെലികോപ്റ്ററിൽ നേരെ നമുക്ക് ഫ്യൂവൽ കയറി കൊടുക്കാം. അരമണിക്കൂറാവുന്നു ഗായ്സ്. ഇപ്പം അങ്ങനെ ഇരിക്കണം. ചമ്മിപ്പോയി ഗൈസ്.
വീണ്ടും ചമ്മിയില്ല. നമ്മളെന്തായാലും മഞ്ഞ കത്തിയിട്ടുണ്ട് ഗൈസ്. പച്ച കത്തി ഗൈസ്. പച്ച 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 കത്തിയേ, പച്ച കത്തിയേ. അപ്പം നമ്മൾ നേരെ അങ്ങനെ പച്ച കത്തി. ഇനി നമുക്ക് നേരെ പോകേണ്ട ഹെലികോപ്റ്റർ കീ എടുക്കണ്ടേ. ഹെലികോപ്റ്റർ കീ എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ താഴോട്ട് പോകുന്നു ഗൈസ്. താഴോട്ട് പോകുമ്പോൾ അങ്ങനെ നമ്മൾ ഗ്യാസ് വലിക്കാൻ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകാൻ നമ്മളെ സ്വന്തം ഹെലികോപ്റ്റർ കീ എടുക്കാനാണ്. ഹെലികോപ്റ്റർ കീ എടുക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. നമുക്ക് നേരെ ഹെലികോപ്റ്റർ കീ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഹെലികോപ്റ്റർ കീ ഇങ്ങനെ എടുക്കാൻ വേണ്ടി നമ്മൾ നേരെ ബാത്റൂമിൽ ഗൈസ്. വീണ്ടും ബാത്റൂമിലോട്ട് അമ്മച്ചി എന്തിനാവോ ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു അമ്മച്ചിയായി. ഓക്കെ, അമ്മച്ചിയാണെങ്കിൽ ബ്രഷിനൊക്കെ പകരം കീ വെച്ചാണ് പല്ലേക്കുന്നതെന്ന് തോന്നുന്നു. ബാത്റൂമിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും എനിപ്പടി കയറി ദേ പോവുകയാണ്. അപ്പൊ നേരെ നമ്മൾ ഹെലികോപ്റ്ററിന്റെ അടുത്തോട്ട് അടുത്ത് പോകുന്നു ഗായ്സ്. നേരെ നമുക്ക് ഹെലികോപ്റ്ററിലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം. നേരെ നമ്മളെ വണ്ടി പൊന്താൻ വേണ്ടി പോണു. പൊന്തി പൊന്തുന്നുണ്ട്. പൊന്താൻ പോകുന്നു. പൊന്തിക്കാരോ, നിങ്ങളിത് കാണണം. പൊന്തിയിരിക്കുന്നു. യാത്ര പറയാൻ മാത്രം ആരുമില്ല. ഫ്രണ്ടിലെങ്കിലും കാണും വിചാരിച്ചിട്ടാണ് ഞാൻ ഹെലികോപ്റ്റർ ചെയ്യുന്നത്. അതാണ് നമ്മൾ നമ്മൾ